ഒരു ഈസി റഫല്ലോ ബോൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ ഇല്ലേ അത് ഒരു കപ്പ് യൂസ് ചെയ്യുക. ഇൻ കേസ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ ഇല്ലെങ്കിൽ നമ്മൾ നോർമൽ തേങ്ങ ചിരവിയതില്ലേ അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുക, എന്നിട്ടൊന്ന് വറുത്തെടുക്കുക. മാക്സിമം നിങ്ങൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ തന്നെ യൂസ് ചെയ്തോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ്, അതായത് 1/4 കപ്പ് മിൽക്ക് മെയ്ഡ് ഒഴിക്കുക. ഒരു കപ്പിനാണെങ്കിൽ 1/4 കപ്പോ അല്ലെങ്കിൽ അത് നനഞ്ഞ് വരുന്നത് പോലെയാണ് യൂസ് ചെയ്യേണ്ടത്. എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യുക. ആകെ 2 ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിന് വേണ്ടുള്ളൂ. വേണമെങ്കിൽ ബദാമും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് അതൊന്ന് കുഴഞ്ഞ് വരുന്ന കൺസിസ്റ്റൻസി അതാണ് കേട്ടോ അതിൻ്റെ ഒരു അളവ്. നമ്മളിങ്ങനെ കുഴക്കുന്ന സമയത്ത് അത് വിട്ട് വരുന്നില്ല എന്ന് തോന്നുന്ന രീതിയിലാണ് നമ്മൾ മിൽക്ക് മെയ്ഡ് ഒഴിക്കേണ്ടത്. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒഴിച്ച് കഴിഞ്ഞ് ഒന്നൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെർഫെക്റ്റായി. പിന്നെ ഫ്രിഡ്ജിലൊന്നും വെക്കാൻ പാടില്ല, ഉരുട്ടിയിട്ട് മാത്രമേ വെക്കാൻ പാടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ കൈയിൻ്റെ ഉള്ളൊന്നും നനച്ചിട്ട് വേണം ഇത് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഉരുണ്ട് വരില്ല. പിന്നെ ഗീയോ ബട്ടറോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ടേസ്റ്റും കൂടി വരും, ആ ഒരു ഫ്ലേവർ വരുമല്ലോ. പിന്നെ എന്ത് ചെയ്യുക, നടുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒരു ഗ്യാപ്പ് ആക്കി കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ട്, ഒന്നെങ്കിൽ ഹേസൽനട്ട് വെക്കുക, അല്ലെങ്കിൽ ഒരു ബദാം മുറിച്ചിട്ട് വെക്കുക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്നൊന്ന് ബോൾസ് ആക്കിയിട്ട് കൈ കൊണ്ട് എടുക്കുക. ഞാനിങ്ങനെ ക്യാമറ വീഴുന്നത് കൊണ്ട് അധികം ഷേപ്പിലൊന്നും ബോൾസ് ആക്കിയിട്ടുണ്ടായിട്ടില്ല. നല്ല റൗണ്ടായിട്ട് കുറച്ച് വലുപ്പത്തിലാക്കിയാൽ മതി. ഒറിജിനൽ ആ ഒരു റഫല്ലോ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ഒന്നും അല്ല വരിക, പക്ഷെ നല്ലൊരു റഫല്ലോ ബോൾസ് ഇപ്പോൾ കോക്കനട്ടിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമാവുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇത് ഇഷ്ടമാവും കേട്ടോ. പിന്നെ വേണ്ടത് നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡറിൽ തന്നെ വേണമെങ്കിൽ കോട്ട് ചെയ്യുക. ഞാനിവിടെ യൂസ് ചെയ്തത് ഹാപ്പി ബിറ്റ്സിൻ്റെ ക്രഞ്ചി ചിപ്സാണ്. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ആദ്യം പറഞ്ഞുതരാം. അതിന് മുന്നേ ഇത് കോട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് റെഡിയാക്കി വെക്കാം. ഈ ഒരു ഷേപ്പിലായതുകൊണ്ട് നമ്മളൊന്ന് കൈകൊണ്ട് വേണമെങ്കിൽ പൊടിക്കുക, അല്ലെങ്കിൽ മിക്സിയിലിട്ട് ഒന്നൊന്ന് ക്രഷ് ചെയ്തിട്ട് അതിൽ കോട്ട് ചെയ്തെടുക്കുക. ഞാൻ പറഞ്ഞല്ലോ ഇത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ആ ഒരു ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡറിനെ കുറച്ച് വെച്ചിട്ട് അത് കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഞാനിവിടെ ഇതിങ്ങനെ യൂസ് ചെയ്തതേ ഉള്ളൂ കേട്ടോ. നമ്മളിത് റഫല്ലോ പുഡിങ്ങോ അല്ലെങ്കിൽ റഫല്ലോ കേക്കൊക്കെ ഉണ്ടാക്കുമ്പം റഫല്ലോ ഭയങ്കര എക്സ്പെൻസീവ് ആണല്ലോ. അപ്പോൾ അതിന് പകരമായിട്ട് തൽക്കാലം ഒപ്പിക്കാൻ പറ്റുന്ന ഒരു ബോൾസ് ആക്കിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ റഫല്ലോ ബോൾസ്. ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. പെട്ടെന്നൊരു ഗസ്റ്റ് വന്ന് നിങ്ങൾക്ക് മധുരം ഉണ്ടാക്കാനൊന്നും ഇല്ലെങ്കിൽ അവർ ഫുഡ് കഴിച്ച് തീരുമ്പോഴേക്കും ഈ സംഭവം സെറ്റ് ആവും കേട്ടോ. ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ചും കൂടി ഹാർഡ് ആവുക ചെയ്യുക, പുറത്ത് തന്നെ വെച്ചാൽ നല്ല സോഫ്റ്റ് ആവും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൽ റോൾ ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. ഹാപ്പി ബിറ്റ്സിൻ്റെ കാര്യം കൂടി പറയണമല്ലോ, വേണമെങ്കിൽ കുറച്ചും കൂടി പൗഡർ ആക്കാം കേട്ടോ. ഞാൻ പിന്നെ നന്ന പൊടിഞ്ഞു പോകേണ്ട വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. എന്നെ നന്നായിട്ട് റോൾ ചെയ്യുക, പിന്നെ കഴിക്കുക. അതിനുള്ളിൽ ശരിക്കും ഹേസൽനട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെക്കേണ്ടത്. വേണമെങ്കിൽ നമുക്ക് നട്ട്സോ ബദാമോ അല്ലെങ്കിൽ കടലയോ അല്ലെങ്കിൽ ഒന്നും വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ കുറച്ചും കൂടി ഒരു കടിക്കാനും അങ്ങനെയുള്ളൊരു ഫീലൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത് ഇഷ്ടമാവണമെങ്കിൽ തേങ്ങൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമാവുന്ന ആൾക്കാരായിരിക്കണം. പിന്നെ ഓവർ മധുരമൊന്നും ഇല്ല കേട്ടോ. മിൽക്ക് മെയ്ഡ് ആണെങ്കിലും നമ്മളത് കുഴയുന്ന രീതിയിൽ ഇടുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ കട്ടി മധുരമായിട്ട് നമുക്ക് മടുക്കുന്ന പോലെ ഒന്നും ഫീലിംഗ് ഇല്ല. നമുക്കത് ഒറ്റയടിക്ക് വായിലിട്ടിട്ട് കഴിക്കുമ്പോൾ തന്നെ ആ ഒരു ക്രഞ്ച് ഫീൽ ഉണ്ടല്ലോ, നട്ട്സോ ബദാമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് നല്ല ടേസ്റ്റാണ്. പിന്നെ ഹാപ്പി ബിറ്റ്സ് കണ്ണൂരുള്ളൊരു ബ്രാൻഡാണ് കേട്ടോ. അതായത് ഒരു ഹെൽത്തി ഈറ്റിംഗ് പോലെ. ചിപ്സൊക്കെ ഭയങ്കര മോശം എന്നല്ലേ പറയാം. ഇതവർ കോക്കനട്ടിനെ കൊണ്ടാണ് ചിപ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ചിപ്സായിട്ട് മാത്രമല്ല, നമുക്ക് പുഡിങ്ങിൻ്റെ മേലെ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ എന്തെങ്കിലും കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതൊന്ന് പൊടിച്ചിട്ട് റഫല്ലോ കേക്ക് ആക്കിയിട്ടോ അല്ലെങ്കിൽ വെറുതെ ഇരുന്ന് കൊറിക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ യൂസ് ചെയ്യുക. ഞാനിവിടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസിന് ഫോളോ മൈ ലൈഫ് വിത്ത് സ്റ്റോറീസ്.